വിഷ്ണുശാലിനിയുടെ ഇന്നത്തെ എപ്പിസോഡിൽ റോഡിൽ വെച്ച് കണ്ട ഭാനുമതി എന്ന സ്ത്രീയെ ഹോട്ടലിലേക്ക് കൂട്ടിക്കൊണ്ടുവന്ന് വയറ് നിറച്ച് ഭക്ഷണം കൊടുക്കുകയാണ് ശാരദാമ്മ. എന്നിട്ട് അവരുടെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്നുണ്ട്. അന്നേരം ഒരു പിച്ചക്കാരിയുടെ ജീവിതം ഇങ്ങനെ തന്നെയാണ്. ചില ദിവസങ്ങളിൽ എന്തെങ്കിലും കിട്ടും, ചില ദിവസം കിട്ടില്ല. ആഹാരം കഴിക്കാത്ത ദിവസങ്ങൾ തന്നെയുണ്ട്. അന്ന് പിന്നെ ശാരദാമ്മയെ ആദ്യമായിട്ട് കണ്ട ദിവസമൊക്കെ അവർ ഓർത്ത് പറയുന്നുണ്ട്. തുടർന്ന് കുഞ്ഞ് എന്ന് വിളിച്ചാണ് അവർ ശാരദാമ്മയെ സംബോധന ചെയ്യുന്നത്. അന്നേരം അങ്ങനെ വിളിക്കുന്നതിൽ വിരോധമൊന്നും ഇല്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ എല്ലാവരും എന്നെ ശാരദാമ്മ എന്നാണ് വിളിക്കുന്നത്, നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും വിളിക്കാം എന്ന് ശാരദാമ്മ പറയുകയാണ്. അന്നേരം എനിക്ക് കുഞ്ഞിനേക്കാൾ പ്രായമുണ്ട്, അപ്പോൾ പ്രായത്തിൽ കുറഞ്ഞ ആളെ അമ്മ എന്ന് വിളിക്കുന്നത് ശരിയല്ലല്ലോ, ഞാൻ കുഞ്ഞെന്നേ വിളിക്കൂ എന്ന് പറയുന്നുണ്ട്. തുടർന്ന് നിങ്ങളുടെ ഹോട്ടലാണെന്ന് അറിയാതെയാണ് ഞാനന്ന് വന്ന് ഭക്ഷണം കഴിച്ചത്, അതുകൊണ്ട് നിങ്ങളുടെ നല്ല മനസ്സെനിക്ക് കാണാൻ പറ്റി എന്നൊക്കെ ശാരദാമ്മയെക്കുറിച്ചങ്ങ് വാതോരാതെ ഭാനുമതി എന്ന സ്ത്രീ സംസാരിക്കുന്നുണ്ട്. തുടർന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും ജോലി എടുത്ത് ജീവിച്ചൂടെ, നിങ്ങൾ അനാഥയാണോ എന്നൊക്കെ ശാരദാമ്മ തിരക്കുന്നുണ്ട്. അന്നേരം എന്ത് ജോലി ചെയ്യണം അങ്ങനെയൊന്നും എനിക്കറിയില്ല. അങ്ങനെ പറയുമ്പോൾ ഈ ഭൂമിയിൽ പൊട്ടി മുളച്ചതാണോ എന്നൊക്കെ കുഞ്ഞ് ചോദിക്കും. അതും ഒരു വിധത്തിൽ ശരി തന്നെയാണ്. പക്ഷേ ഞാൻ അനാഥയൊന്നുമല്ല, എനിക്ക് എല്ലാവരും ഉണ്ടായിരുന്നു, ഭർത്താവും മക്കളും കൊച്ചുമക്കളും ഒക്കെ ഉണ്ടായിരുന്നു. ഒരു ദിവസം കൊച്ചുമകൻ്റെ നൂലുകെട്ട് കഴിഞ്ഞ് മടങ്ങി നമ്മൾ രാത്രി തറവാട്ട് വീട്ടിൽ ഉറങ്ങുകയായിരുന്നു. അന്നേരം വലിയ മലയടി വാരത്തായിരുന്നു ഞങ്ങളുടെ വീട്. രാത്രി ഒരു ഉരുൾപൊട്ടലിൽ എല്ലാവരെയും ഉരുൾ കൊണ്ടുപോയി, എന്നെ മാത്രം ബാക്കി വെച്ചു എന്ന് പറഞ്ഞ് തൻ്റെ ദുരവസ്ഥയൊക്കെ പറഞ്ഞങ്ങ് സങ്കടപ്പെട്ട് കരയുകയാണ് ആ ഭാനുമതി എന്ന് പറയുന്ന സ്ത്രീ. അന്നേരം ഇതെല്ലാം ഈ ശാരദാമ്മയും ഭാനുമതിയും തമ്മിൽ സംസാരിക്കുന്നതൊക്കെ പുറത്തു നിന്നും ശ്യാമ വന്നതെന്ന് കേൾക്കുന്നുണ്ട്. പക്ഷെ അന്നേരം ഇതൊക്കെ കേൾക്കുമ്പോൾ ശ്യാമയുടെ മുഖത്തങ്ങ് ദേഷ്യമാണ് വരുന്നത്. തുടർന്ന് ഭാനുമതി അമ്മ ശാരദാമ്മയ്ക്ക് നന്ദിയൊക്കെ പറയുകയാണ്, തൻ്റെ സങ്കടങ്ങൾ കേൾക്കാൻ സമയവും കാതും ഒക്കെ തന്നതിന്. തുടർന്ന് യാത്ര പറഞ്ഞ് ഞാൻ പോവുകയാണ് എന്ന് പറഞ്ഞ് ഭാനുമതി അമ്മ ഇറങ്ങുകയാണ്. എങ്ങോട്ടാണെന്ന് ചോദിക്കുമ്പോൾ ഇതുവരെ അറിയില്ലായിരുന്നു, ഇനിയും അറിയില്ല എന്ന് പറഞ്ഞ് അവരുടെ സഞ്ചിയൊക്കെ എടുത്ത് ഇറങ്ങുന്നുണ്ട്. തുടർന്ന് കുറേ സമയം ആലോചിച്ച ശേഷം ശാരദാമ്മ ഭാനുമതി അമ്മയെ ഉറക്കെ വിളിക്കുകയാണ്. അന്നേരം അവർ വഴിയരികിൽ ആ ഗേറ്റിൻ്റെ അടുത്ത് നിൽക്കുന്നുണ്ട്. എങ്ങോട്ടും പോകാനില്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ നിന്നൂടെ എന്ന് ശാരദാമ്മ ചോദിക്കുകയാണ്. അന്നേരം പുറകെ ഇറങ്ങി വരുന്നുണ്ട് ശ്യാമയും. എന്നിട്ട് തിന്നു മുടിക്കാനല്ലാതെ എന്നെ കൊണ്ട് ഒരു ജോലിയും അറിയില്ല, എന്തിനാ എന്നെ ഇവിടെ നിർത്തുന്നത്, ചുമ്മാതല്ല നിങ്ങളെ എല്ലാവരും ശാരദാമ്മ എന്ന് വിളിക്കുന്നത്, ഈ നാടിന് തന്നെ നിങ്ങൾ അമ്മ തന്നെയാണ്, എന്നെക്കാളും പ്രായത്തിന് ഇളയതാണെങ്കിലും നിങ്ങൾക്ക് അതിലും വലിയ പക്വതയുണ്ട്, ഞാനും ഇനി മുതൽ ശാരദാമ്മയെന്നേ വിളിക്കൂ. ആ മലയടി വാരത്ത് നിന്നും വന്ന ശേഷം ആദ്യമായിട്ടാണ് ഞാൻ ഒരു മനുഷ്യജീവിയെ കാണുന്നത്, എന്നെ പേരെടുത്തൊരാൾ വിളിക്കുന്നതും ആദ്യമായിട്ടാണ്. ഇതുവരെ എല്ലാവരും എന്നെ പിച്ചക്കാരി, ശവം, വേണ്ടാത്തവള്, കൊള്ളരുതാത്തവൾ അങ്ങനെയൊക്കെയാണ് വിളിച്ചുകൊണ്ടിരുന്നത്. നന്മയുടെ നിറകുടമായ നിങ്ങളുടെ കവിളിൽ ഞാനൊരു ഉമ്മ തന്നോട്ടെ എന്ന് സങ്കടത്തോടു കൂടി ഭാനുമതിയമ്മ ചോദിക്കുകയാണ്. അന്നേരം സങ്കടം വരുന്നുണ്ട് ശാരദാമ്മയ്ക്ക്, പക്ഷേ പുറകിൽ നിൽക്കുന്ന ശ്യാമയ്ക്ക് അങ്ങ് അത് ഇഷ്ടപ്പെടുന്നില്ല. തുടർന്ന് ശരി ആയിക്കോട്ടെ എന്ന് ശാരദാമ്മ തലവലിക്ക് സമ്മതിക്കുമ്പോൾ ശാരദാമ്മയുടെ കവിളിലേക്ക് ഒരു ഉമ്മ കൊടുത്ത് ശാരദാമ്മയെ അങ്ങ് കെട്ടിപ്പിടിക്കുകയാണ് ഭാനുമതിയമ്മ. തുടർന്ന് ഭാനുമതി അമ്മയെ ശാരദാമ്മ അങ്ങ് വീട്ടിനകത്തേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നുണ്ട്. ഈ സീനൊക്കെ കണ്ട് ഇഷ്ടപ്പെടാതെ ഹോട്ടലിനകത്തേക്ക് ഓടിക്കയറുന്ന ശ്യാമ പാത്രങ്ങളൊക്കെ തുറന്നു നോക്കിയിട്ട് അമ്മയെന്ന് കിടന്ന് ഉറക്കെ അങ്ങ് ബഹളം വെച്ച് വിളിക്കുകയാണ്. തുടർന്ന് എന്താ അടിയെന്നും പറഞ്ഞ് ശാരദാമ്മ വരുമ്പോൾ എനിക്കിവിടെ കഴിക്കാനൊന്നും ഇല്ലേന്ന് ചോദിക്കുകയാണ്. അന്നേരം നിനക്ക് നേരത്തെ വേണ്ടാന്നല്ലേ പറഞ്ഞത് എന്ന് ചോദിക്കുകയാണ് ശാരദാമ്മ. അന്നേരം അപ്പോൾ വേണ്ടായിരുന്നു, ഇപ്പോൾ വേണം, എന്താ എനിക്കിവിടെ ഒന്നുമല്ല, ആഹാരം തരുമോന്നും പറഞ്ഞ് ആകെ അങ്ങ് ബഹളം വയ്ക്കുന്നുണ്ട് ശ്യാമ. അന്നേരം അടച്ചു വെച്ചിരുന്ന പാത്രമൊക്കെ എടുത്ത് കാണിച്ചിട്ട് ശാരദാമ്മ പറയുന്നുണ്ട്, നിനക്ക് കഴിക്കാനുള്ളത് ഇവിടെ വെച്ചതിൽ ഒരു പങ്ക് എന്തായാലും ഉണ്ട്, എന്താ കഴിക്കുന്നില്ലേ എന്ന് ചോദിക്കുകയാണ്. അന്നേരം ഭക്ഷണമുണ്ട് എന്ന് മനസ്സിലാക്കുന്ന ശ്യാമ വീണ്ടും ദേഷ്യപ്പെടുകയാണ്. അമ്മയ്ക്ക് വാരി ഊട്ടാനും കെട്ടിപ്പിടിക്കാനും ഉമ്മ കൊടുക്കാനും ഒക്കെ വേറെ ആൾക്കാരുണ്ടല്ലോ, എനിക്കങ്ങ് വേണ്ട എന്ന് പറഞ്ഞ് അങ്ങ് റൂമിനകത്തേക്ക് ശ്യാമ പോകുന്നുണ്ട്. അന്നേരം പിറകെ പോവുകയാണ് ശാരദാമ്മ. തുടർന്ന് ശാരദാമ്മ ശ്യാമയോട് ചോദിക്കുന്നുണ്ട്, വിശന്ന് വലഞ്ഞ ആ സ്ത്രീക്ക് ഒരു പിടി പറ്റി കൊടുത്തതിനാണോ നീ ഇങ്ങനെ ദേഷ്യപ്പെടുന്നതെന്നൊക്കെ. അന്നേരം അത് തന്നെയാണ് എൻ്റെ പ്രശ്നം, അവരാരാന്നാണ് അമ്മയുടെ വിചാരം, വരുന്നവരെയൊക്കെ ഇങ്ങനെ താമസിപ്പിക്കാനായിട്ട് ഇത് സത്രമാണോ, സത്രമാണെങ്കിലും ആളുകൾ താമസിക്കുകയല്ലേ ഉള്ളൂ, അമ്മ മകൾ ബന്ധമൊന്നും ഉണ്ടാകില്ലല്ലോ, ഇനി അവർ വല്ല കൊള്ളക്കാരിയോ പിടിച്ചോറിക്കാരിയോ വല്ലതും ആണെങ്കിൽ നമ്മൾ അതിന് സമാധാനം പറയണ്ടേ, ഇങ്ങനെ വരുന്നവരെയും പോകുന്നവരെയും ഒക്കെ എന്തിനാ വീട്ടിൽ കയറ്റി താമസിപ്പിക്കുന്നതെന്നും പറഞ്ഞ് ഇഷ്ടമില്ലാതെ ശ്യാമയങ്ങ് സംസാരിക്കുകയാണ്. അന്നേരം ഇതൊക്കെ
ഇതൊക്കെ പുറത്തു നിന്നും ഭാനുമതിയമ്മ കേൾക്കുന്നുണ്ട്. അവർക്ക് ആകെ വിഷമമാകുന്നുണ്ട്. തുടർന്ന് ശാരദാമ്മ പറയുന്നുണ്ട്, ഈ വീട്ടിലേക്ക് ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ അത് എന്നോടുള്ള വിശ്വാസം കൊണ്ടാണെന്ന്. അന്നേരം മുമ്പ് ഒരു പെണ്ണിനെ ഇവിടെ താമസിപ്പിച്ചിരുന്നല്ലോ, നഖത്തിൻ്റെ ഇടവിൽ കള്ളത്തരവുമായിട്ട്. അവളിപ്പോൾ എവിടെ? പോയ വഴിക്ക് പുല്ലുമോള് പോലും കിളിർച്ചിട്ടില്ലല്ലോ എന്നൊക്കെ ശ്യാമ ചോദിക്കുകയാണ്. എന്നിട്ട് ശാരദാമ്മ പറയുന്നുണ്ട്, നീ ലക്ഷ്മിയുടെ കാര്യമാണ് പറഞ്ഞതെങ്കിൽ അവൾക്ക് ഇനിയും ഒരു ആപത്ത് വന്നാൽ ഇവിടേക്ക് അവൾക്ക് വരാനൊരു സ്ഥലമുള്ളൂ, വേറെ സ്ഥലമില്ല. പിന്നെ ഈ കുടുംബശ്രീ ഹോട്ടൽ ഇങ്ങനെ കെട്ടിപ്പോക്കാനായിട്ട് എൻ്റെ ശാരിക മോളൊഴികെ വേറെ ആരുടെയും സഹായം ഞാൻ സ്വീകരിച്ചിട്ടില്ല. പിന്നെ നീ പറഞ്ഞതുപോലെ കള്ളനും കൊള്ളക്കാരിയും കൊലപാതകയും ഒക്കെ വരുന്നവരല്ല, കൂടെ നിൽക്കുന്ന മക്കൾക്കുമാകാം. അതുകൊണ്ട് എൻ്റെ പൊന്നും മോള് ഭാരിച്ച കാര്യങ്ങളൊന്നും അന്വേഷിക്കണ്ട, പോയി ചോറെടുത്ത് തിന്നാൻ നോക്ക് എന്ന ദേഷ്യത്തോടെ ശ്യാമയോട് പറഞ്ഞിട്ട് റൂം വിട്ടങ്ങ് പോവുകയാണ് ശാരദാമ്മ. തുടർന്ന് കാണിക്കുന്നത് ആകെ വിഷമിച്ച് നടക്കുകയാണ് ഹാളിൽ പ്രീതി അങ്ങോട്ടും ഇങ്ങോട്ടും. അർജുൻ്റെ വീട്ടിൽ ചെന്നപ്പോൾ വസുമതി പിടിച്ചിറക്കി കതവടച്ചതും തിരികെ വീട്ടിൽ വന്നപ്പോൾ രണ്ടാം വിവാഹം നടത്തുമെന്ന് സത്യഭാമ പറഞ്ഞതും ഓർത്ത് പ്രീതി ഇങ്ങനെ വിഷമിച്ച് നടക്കുമ്പോൾ എന്താണെന്നും പറഞ്ഞ് വരികയാണ് ശാലിനി. അന്നേരം പ്രീതി ചോദിക്കുന്നുണ്ട്, എൻ്റെ കുഞ്ഞ് നഷ്ടപ്പെട്ടില്ലായിരുന്നെങ്കിൽ ഇങ്ങനെ ഒന്നും സംഭവിക്കില്ലായിരുന്നല്ലോ എന്ന്. അന്നേരം അതിന് നിൻ്റെ കുഞ്ഞിനൊന്നും സംഭവിച്ചിട്ടില്ല, പക്ഷേ ഡോക്ടർ പറയാതെ എനിക്ക് നിന്നോടത് പറയാൻ സാധിക്കില്ല എന്ന മനസ്സിൽ ശാലിനി പ്രീതിയോട് പറയുകയാണ്. തുടർന്ന് ശാലിനി ചോദിക്കുന്നുണ്ട്, അതിനിപ്പോൾ ഇവിടെ എന്താണ് സംഭവിച്ചതെന്ന്. അമ്മ പറഞ്ഞില്ലേ എൻ്റെ രണ്ടാം വിവാഹം നടത്തുമെന്ന്. ഇപ്പോൾ അർജുനേട്ടൻ്റെ വിവാഹവും അവർ നിശ്ചയിച്ചിരിക്കുകയാണ്. രണ്ടമ്മമാർക്ക് ഇടയിലുള്ള ഒരു വാശി പോലെയാണ്. അമ്മ അത് നടത്തുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞ് പ്രീതി വിഷമിക്കുകയാണ്. അന്നേരം ഇവരുടെ സംസാരം കേട്ടുകൊണ്ട് സത്യഭാമ അവിടേക്ക് വരുന്നുണ്ട്. തുടർന്ന് ശാലിനി പറയുകയാണ്, ഈ കാറും കോളും ഒക്കെ അങ്ങ് നീങ്ങും. നിങ്ങളുടെ ഡൈവോഴ്സ് നടന്നിട്ടില്ലല്ലോ, അർജുനേട്ടൻ നിനക്കുള്ളത് തന്നെയാണ്. ഈ ജന്മം നിങ്ങളെ രണ്ടാളെയും പിരിക്കാനായിട്ട് സാധിക്കില്ല. നിങ്ങൾ രണ്ടാൾക്കും വേണ്ടി നിങ്ങളെ ഒന്നിപ്പിക്കാനായിട്ട് ജീവൻ കൊടുത്തും ഈ ശാലിനി ഉണ്ടാവും. ഒരു ദുഷ്ടശക്തിക്കും നിങ്ങളെ പിരിക്കാനാകില്ല എന്ന് പ്രീതിയുടെ തോളിൽ കൈവച്ച് സമാധാനിപ്പിച്ചു പറയുകയാണ് ശാലിനി. അന്നേരം ശാലിനിയിൽ നിന്ന് ഉറക്കെ ദേഷ്യത്തോടെ വിളിക്കുകയാണ് സത്യഭാമ. തുടർന്ന് സത്യഭാമയുടെ ഭാവവ്യത്യാസമൊക്കെ കാണുമ്പോൾ പ്രീതിയും ശാലിനിയും ഒരുപോലെ പേടിച്ചങ്ങ് നിൽക്കുകയാണ്. ഇത്രയുമാണ് നാളത്തെ പുതിയ എപ്പിസോഡ്. വീഡിയോ ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക്